പൗരാണിക വാസ്തുശില്പകലയുടെ പ്രൗഢി വിളിച്ചോതി പമ്പാതീരത്തെ കല്ലിശ്ശേരിക്കടവിൽ തലയുയർത്തി നിൽക്കുന്ന കടവിൽ മാളിക എന്ന കുളിപ്പുര മാളിക. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ പ്രഭവ കേന്ദ്രം കൂടിയായ കടവിൽ മാളിക 2 നൂറ്റാണ്ടുകളിലെ മഹാപ്രളയങ്ങൾക്കും സാക്ഷിയാണ്. പമ്പയുടെ തീരത്ത് പ്രകൃതി മനോഹരമായി അണിയിച്ചൊരുക്കിയ കല്ലിശ്ശേരിക്കടവിന്റെ തീരത്ത് പ്രാചീന കേരളീയ വാസ്തുശില്പവിദ്യയുടെ മാറ്റുവിളിച്ചോതുന്ന കടവിൽ മാളികയെന്ന കുളിപ്പുര മാളിക നൂറ്റാണ്ടുകളായി ഇടതടവില്ലാതെ മുഴക്കുന്ന ദൈവവചനങ്ങളാലും ധന്യമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവിശേഷയോഗമായ മാരാമൺ കൺവെൻഷന്റെ തുടക്കത്തിനായുള്ള ആലോചന നടന്നതും മാരാമൺ കൺവെൻഷന്റെ സംഘാടകരായ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പിറവിയെടുത്തതുമെല്ലാം കടവിൽ മാളികയിലാണ്. 1885 ചെമ്പകശ്ശേരിൽ എബ്രഹാം കശീശ് താനറിഞ്ഞ യേശുവിനെ പങ്കുവയ്ക്കണമെന്ന ആഗ്രഹത്തോടെ കടവിൽ മാളികയിൽ ഒരു യോഗം വിളിച്ചു ചേർത്തെങ്കിലും അദ്ദേഹത്തിന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 45 പേരെ ക്ഷണിച്ചിരുന്നെങ്കിലും ആദ്യ യോഗത്തിൽ കൊട്ടാരത്തിൽ തോമസ് കശീശയുടെ നേതൃത്വത്തിൽ 12 പേരാണ് എത്തിച്ചേർന്നത്. ഈ 12 പേരുടെ ഒത്തുചേരൽ മർത്തോമ സുവിശേഷ സംഘത്തിന്റെ പിറവിക്കും പിന്നീട് ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ തുടക്കത്തിനും കാരണമായതെന്ന് കടവിൽ മാളികയിലെ ഇപ്പോഴത്തെ ശുശ്രൂഷകനായ ജെയിംസ് പറഞ്ഞു. ഈ കടവിൽ മാളിക സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ജന്മഗൃഹമാണ്. സുവിശേഷ പ്രസംഗ സംഘം 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതി ആണ് അതിന്റെ തുടക്കം. ഇന്നേക്ക് 136-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കടവിൽ മാളിക നമ്മൾ ഇതിന് തൊട്ടു മുകളിലുള്ള മുൾഭാഗത്തുള്ള സെന്റ് മേരീസ് കനാനായ പള്ളിയുടെ പള്ളിമേടയായിരുന്നു 1880 കാലഘട്ടങ്ങൾക്കൊക്കെ മുൻപ്. ആ 80 കാലഘട്ടങ്ങളിൽ ഈ ഇടവകയിലെ പട്ടക്കാരനായിരുന്നു ചെമ്പകശ്ശേരിൽ എബ്രഹാം കശീശ്. അദ്ദേഹത്തിന്റെ താമസ സ്ഥലമായിരുന്നു കടവിൽ മാളിക എന്ന് പേരുള്ള കടവിൽ കുളിപ്പുര മാളിക. അത് ഈ കനാനായ പള്ളിയുടെ പള്ളിമേടയായിരുന്നു. 1880 കാലഘട്ടങ്ങളിൽ സീമസ് മിഷണറിമാരുടെ ആഗമനം, അവരുടെ പ്രസംഗമൊക്കെ ഈ എബ്രഹാം അച്ഛന്റെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടാക്കി. കാരണം അറിഞ്ഞ കർത്താവിനെ പങ്കുവെക്കണമെന്നുള്ളൊരു ചിന്ത. അങ്ങനെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ആ കാലത്ത് ഈ നവീകരണ ആശയത്തെ താല്പര്യമുള്ള ചില ദൈവമക്കൾ ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിക്കുക പതിവായിരുന്നു ആ കാലഘട്ടം. അങ്ങനെ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് അറിഞ്ഞ കർത്താവിനെ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാകണം. അത് മാർത്തോമാ സഭയുടെ ചുമലിൽ അത് ആരംഭിച്ചു. അങ്ങനെയാണ് 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതി ചെമ്പകശ്ശേരിയിൽ എബ്രഹാം അച്ഛന്റെ നേതൃത്വത്തിൽ ഈ കടവിൽ മാളികയിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. അച്ഛൻ അത് 42 പേർക്ക് അതിന്റെ ലെറ്റർ അയച്ചു. എന്നാൽ അന്ന് വന്നത് 11 പേരാണ്, 11 ആത്മീയരാണ്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു വാലിച്ചുറയിൽ അവറാച്ചൻ ഉപദേശി എന്ന് പറയുന്ന ദേവദാസ്. അദ്ദേഹം ഈ ആശയം അന്ന് നവീകരണ കർത്താക്കളിൽ മുഖ്യ പാതയിൽ നിന്നിരുന്ന പാലക്കുന്ന് അബ്രഹാം അൽപ്പാൻ അച്ഛനോട് ഈ വിവരം പറഞ്ഞു. അങ്ങനെ ഇവരുടെയൊക്കെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് പ്രസംഗ സംഘത്തിന്റെ ആരംഭം. 2 നൂറ്റാണ്ടുകളിലുണ്ടായ 2 മഹാപ്രളയങ്ങളെയും അതിജീവിച്ചാണ് ചരിത്ര സ്മാരകമാണ് കടവിൽ മാളികയെന്ന് മാധ്യമപ്രവർത്തകനായ സാം ചെമ്പകത്തിലും പറഞ്ഞു. പമ്പയുടെ തീരത്ത് ശബരിമല ഈ കാടുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന അതിമനോഹരമായ പുണ്യനദിയായ പമ്പ, അതിന്റെ തീരത്താണ് ഈ കടവിൽ മാളിക സ്ഥിതി ചെയ്യുന്നത് എന്ന ഒരു സവിശേഷത കൂടിയുണ്ട്. 2 വലിയ പ്രളയങ്ങൾ, മഹാപ്രളയങ്ങളെ അതിജീവിച്ചാണ് ഈ കടവിൽ മാളിക ഈ കെട്ടിടം ഇവിടെ നിൽക്കുന്നത്. 1991 മഹാപ്രളയത്തെയും 2018 പ്രളയത്തെയും അതിജീവിച്ച് ഈ മനോഹരമായ കെട്ടിടങ്ങൾ നിൽക്കുക. എല്ലാം തടി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കെട്ടിടങ്ങൾ. മിക്കവാറും ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തടി കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഒട്ടും ക്ഷയം സംഭവിക്കാതെ ഇന്നും പരമ്പരാഗതമായ തലയെടുപ്പോടുകൂടി ഈ ശില്പം, ഈ ഒരു സ്മാരകം ഇവിടെ നിലനിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള ഒന്നായിട്ട് നമുക്ക്. 2005 കടവിൽ മാളിക അതിന്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ നവീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.